കൊളാജൻ്റെ ഫങ്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റിമുലേഷൻ, നല്ലൊരു മൂഡ് നൽകാൻ വേണ്ടിയിട്ട് കൊളാജൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹലോ എവ്രി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇറ്റ്സ് മീ ജലാൽ ഫ്രം അൽ സൈത്തൂൻ ഫാർമസി, കൽബ ഫുജേറ. കൊളാജൻ ഇന്ന് വളരെ പോപ്പുലറാണ്. സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂകളിലും പരസ്യങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും കൊളാജൻ പ്രൊഡക്ട്സ്. കൊളാജൻ ഒരു പ്രോട്ടീനാണ്. നമ്മുടെ ഓവറോൾ ബോഡിയിലെ പ്രോട്ടീൻ്റെ 30% കൊളാജനാണ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസലിലും മസിലിലും ടെൻഡോണിലും ലിഗമെൻസിലും എല്ലാം കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ കൊളാജന് 5 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ടൈപ്പ് 1 90% ഈ ടൈപ്പ് കൊളാജനാണ് നമ്മുടെ ശരീരത്തിൽ സ്കിൻസിൽ കാണപ്പെടുന്നു, ബോണിൽ ടെൻഡോണിൽ കാണപ്പെടുന്നു, ലിഗമെൻസിൽ കാണപ്പെടുന്നുണ്ട്. ടൈപ്പ് 2 എന്ന് പറയുന്നത് മസിൽസിലും ആർട്ടറീസിലും കാണപ്പെടുന്ന കൊളാജനാണ്. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കാർട്ടിലേജിൽ കാണപ്പെടുന്ന കൊളാജനാണ്. ഇത് നമ്മുടെ ജോയിൻ്റ് സപ്പോർട്ടിനെയും ജോയിൻസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കൊളാജനാണ്. നമ്പർ 4 എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ലെയറിൽ മാത്രമായി കാണപ്പെടുന്ന ഒരു കൊളാജനാണ്. നമ്പർ 5 എന്ന് പറയുന്നത് നമ്മുടെ കോർണിയയിലും ഹെയർ ഫോളിക്കിൾസിലും ഒക്കെ കാണപ്പെടുന്ന ഒരു കൊളാജനാണ്. കാലക്രമേണ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കൊളാജൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയും. മാത്രമല്ല എക്സിസ്റ്റിംഗ് കൊളാജൻസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. സ്മോക്കിങ്, ഡയറ്റിൽ കൊളാജൻ റിച്ച് ഫുഡുകളില്ലായ്മ, സണ്ണുമായിട്ട് കൂടുതൽ എക്സ്പോഷർ, UV എക്സ്പോഷർ കൂടുക, ഇതൊക്കെ കൊളാജൻ ഡെഫിഷ്യൻസിക്ക് കാരണമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊളാജൻ നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണങ്ങളിലൂടെ കിട്ടുന്നത് കൊളാജനായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമുക്കെടുക്കാം. വൈറ്റമിൻ സി ഒരു കൊളാജൻ പ്രിക്കോസറാണ്. അതുപോലെ തന്നെ ഗ്ലൈസിൻ, ഇതെല്ലാം നമുക്ക് കഴിക്കുന്നത് മൂലം നമുക്ക് കൊളാജൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും. ലിവർ, മീറ്റ്, സ്കിന്നഡ് ചിക്കൻ, ബോൺ ബ്രോത്ത്, ഇതെല്ലാം കഴിക്കുന്നത് മൂലം കൊളാജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിലൂടെയും വൈറ്റമിൻ സി, കോപ്പർ, സിങ്ക്, ഗ്ലൈസിൻ എന്നീ മിനറൽസും വൈറ്റമിൻസും കഴിക്കുന്നത് മൂലവും നമ്മുടെ ശരീരത്തിൽ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അതിൽ തന്നെ മീറ്റ് കഴിക്കുക, ഫിഷ് കഴിക്കുക, ബോൺ ബ്രോത്ത്, ജെല്ലോസ് കഴിക്കുക, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കൊളാജൻ ഡെഫിഷ്യൻസി കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാകുന്നത് നോക്കിയാൽ ബ്ലഡ് ഫ്ലോ കുറയുന്നു, സ്റ്റിഫ്നെസ്, മൊബിലിറ്റി ഇല്ലായ്മ, ജോയിൻ്റ് പെയിന്, സാഗി സ്കിന്ന്, റിങ്കിൾസ്, ഡാർക്ക് സർക്കിൾസ്, ഇതെല്ലാം ഒരു മേജർ ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ് കൊളാജൻ്റെ. കൊളാജൻ കുറയുമ്പോൾ നമ്മൾ കൊളാജൻ റിച്ച് ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കൊളാജൻ്റെ ഹെൽപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, സെൽസ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ കൊളാജൻ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ചില ഹെൽപ്പുകൾ, ചില ഫങ്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കൊളാജൻ്റെ ഫങ്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത്. സ്കിന്നിൻ്റെ ഡെർമസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ സ്കിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊളാജൻ. കൊളാജൻ ഡെഫിഷ്യൻസി കാരണം സ്കിൻ റിങ്കിൾസും സാഗി സ്കിന്നും ഡാർക്ക് സർക്കിൾസ് എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസിനെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയുണ്ടായി. ഒരു 50-55 വയസ്സുള്ള ഒരു ഗ്രൂപ്പ് ലേഡീസിന് കൊളാജൻ നൽകുകയും ഒരു ഗ്രൂപ്പിന് കൊളാജൻ നൽകാതെ 8 വീക്സ് ഒബ്സർവേഷനിൽ വെച്ചു. ഇപ്പോൾ 8 വീക്സ് കൊളാജൻ എടുത്ത സ്ത്രീകളിൽ സ്കിന്നിൽ ഇലാസ്റ്റിസിറ്റി കൂടുകയും മോയ്സ്ചറൈസ് ആവുകയും റഫ്നെസ് കുറയുകയെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊളാജൻ എടുക്കാത്ത സ്ത്രീകളിൽ റഫ്നെസ് കൂടുകയും മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് കുറയുകയൊക്കെ ചെയ്തതായിട്ട് സ്റ്റഡീസിൽ നമുക്ക് ഡാറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കൊളാജൻ എടുക്കുന്നത് കൊണ്ട് സ്കിന്നിൻ്റെ ഹെൽത്തി നമുക്ക് നിലനിർത്താൻ വേണ്ടി സഹായിക്കും. കൊളാജൻ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നതെല്ലാം നോൺ വെജിറ്റേറിയൻ ആണ്. അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കൗസ് അല്ലെങ്കിൽ ഫിഷറീസ് എന്നൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെജിറ്റേറിയൻ ഫ്രണ്ട്സ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി റിച്ച് ഫുഡ് കഴിക്കുക, ജെലാറ്റിൻ റിച്ച് ഫുഡ് കഴിക്കുക, ഗ്ലൈസിൻ റിച്ച് ഫുഡ് കഴിക്കുക, ഇതെല്ലാം കൊളാജൻ്റെ പ്രിക്കോസേഴ്സ് ആണ്.
അതുപോലെ സിങ്ക്, കോപ്പർ ഇതെല്ലാം കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കൊളാജൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്റ്റഡീസിൻ്റെ എല്ലാം ബേസിസിലാണ് കൊളാജൻ ഇന്ന് കോസ്മെറ്റിക്സ് രംഗത്ത് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. കൊളാജൻ സിറം, കൊളാജൻ ഫേസ് വാഷ്, കൊളാജൻ ക്രീമുകൾ ഇതെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് കൊളാജൻ നമ്മുടെ ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജോയിൻറ്റ് പെയിൻസിനെല്ലാം റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വയസ്സായ ആളുകളിൽ ജോയിൻറ്റ് പെയിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇതെല്ലാം കൊളാജൻ കഴിക്കുന്നത് മൂലം കുറക്കാൻ വേണ്ടി സാധിക്കും. ജോയിൻറ്റ് സപ്പോർട്ട്, ജോയിൻറ്റ്സിനെല്ലാം ഒരു സ്ട്രെങ്ത് നൽകാൻ വേണ്ടിയിട്ട് കൊളാജൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. മറ്റൊരു മേജർ ഫങ്ഷനാണ് ഹാർട്ട് ഹെൽത്തിനെ കൊളാജൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. കൊളാജൻ ഡെഫിഷ്യൻസി കാരണം ആർട്ടീസ് തിന്നാവുകയും ഇത് ബ്ലഡ് സർക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ഇത് ഫ്യൂച്ചറിൽ ഹാർട്ട് അറ്റാക്കിലോട്ട് നയിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അവിടെയാണ് കൊളാജൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കൊളാജൻ റിച്ച് ഫുഡ് കഴിക്കുന്നത് മൂലവും കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് മൂലവും ഇത് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ഹാർട്ട് ഹെൽത്ത് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടും കൊളാജൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹെയർ ഗ്രോത്തിനെയും നെയിൽസ് ഗ്രോത്തിനെയും എല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റിമുലേഷൻ, നല്ലൊരു മൂഡ് നൽകാൻ വേണ്ടിയിട്ട് കൊളാജൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഹെൽത്തി മൂഡ് ഉണ്ടായിരിക്കുന്നു, മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ലാതെ ആങ്സൈറ്റി ഒക്കെ എല്ലാം കുറഞ്ഞൊരു മൂഡ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ കൊളാജൻ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ സാധിക്കാത്തവർ കൊളാജൻ പ്രിക്കോസർ റിച്ച് ഫുഡുകൾ കഴിക്കുക. മെറ്റബോളിസം കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസിനും കൊളാജൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊളാജൻ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല നെയിൽസും നല്ല ഹെയറും ഉണ്ടാവാൻ സഹായിക്കുന്നു, ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു, മസിൽ സ്ട്രെങ്തനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് കൊളാജൻ കൊണ്ടുണ്ട്. കൊളാജൻ ഡെഫിഷ്യൻ്റ് ആവാതെ എല്ലാവരും ശ്രദ്ധിക്കുക. അഥവാ ഡെഫിഷ്യൻ്റ് സിംറ്റംസ് കാണുകയാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും കൊളാജൻ റിച്ച് ഫുഡുകൾ കൊടുക്കുക. കൊളാജൻ പ്രിക്കോസേഴ്സ് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. സ്റ്റേ ഹെൽത്തി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.